ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് സ്പേസ്. ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളൊക്കെ ഇന്ന് രാവിലത്തോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. റൗണ്ട് ഓഫ് 32 ഉള്ള 32 ടീം ആരാന്നുള്ളതും കൺഫേം ആയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് ഓഫ് 32 മത്സരം വരുന്നത് നാളെ പുലർച്ചെയാണ്. സൗത്ത് ആഫ്രിക്കയും കാനഡയും തമ്മിലാണ് മാച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടി റൗണ്ട് ഓഫ് 32 വരുന്ന ടീമുകളിൽ ആരൊക്കെ മുമ്പോട്ട് അഡ്വാൻസ് ചെയ്യുന്നുള്ളൊരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്യുവർലി എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. ചിലപ്പോൾ ഇത് തെറ്റാൻ ശരിയാവാം. ഒക്കെ ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ പോലെ എടുത്താൽ ഒരു ഫുട്ബോൾ ഫാൻ എന്ന് പറയുന്ന രീതിക്ക് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഫസ്റ്റ് മാച്ച് വരുന്നത് സൗത്ത് ആഫ്രിക്കയും കാനഡയും തമ്മിലാണ്. ഇവർ രണ്ടുപേരും അവരവരുടെ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതാണ്. 3 കളികളിൽ നിന്നായിട്ട് ഒരു വിന്ന്, ഒരു ഡ്രോ, ഒരു ലോസ്, അങ്ങനെ 4 പോയിന്റ് നേടിയാണ് രണ്ട് ടീമും ക്വാളിഫൈ ആയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ കാനഡ ആയിരിക്കും മുമ്പോട്ട് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രണ്ടാമത്തെ മാച്ച് വരുന്നത് ബ്രസീൽ വേഴ്സസ് ജപ്പാനാണ്. അത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള മാച്ചാണ്. ഫേവറേറ്റ്സ് ഓഫ് കോഴ്സ് അത് ബ്രസീലാണ്, ടീമിന്റെ സ്ക്വാഡ് സ്ട്രെങ്ത് ഒക്കെ അനുസരിച്ച് നോക്കുമ്പോൾ. പക്ഷേ ജപ്പാൻ നമുക്ക് അറിയുന്നതാണ്. ജപ്പാൻ അത്രത്തോളം ഭയങ്കര ആവേശം കാണിക്കുന്ന, അത്രത്തോളം ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിക്കുന്ന ഒരു ടീമാണ്. അപ്പം ജപ്പാനും നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാവില്ല. എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ജപ്പാനാക്കി മുമ്പോട്ട് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പല ഫാൻസിനും ഇഷ്ടപ്പെടില്ല, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ജപ്പാനാക്കി മുമ്പോട്ട് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കളി വരുന്നത് ജർമ്മനി വേഴ്സസ് പരഗ്വേ ആണ്. ജർമ്മനി 11 കളീൻ്റെ ഒരു വിൻ സ്ട്രീക്ക് ആയിട്ട് വന്നിട്ട് കഴിഞ്ഞ കളി ഇക്വഡോറിനോട് തോൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ പരഗ്വേനൊക്കെ തോൽപ്പിച്ച് ജർമ്മനി മുമ്പോട്ട് പോകുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഫിക്സറിൽ എൻ്റെ വിന്നർ നടന്നത് ജർമ്മനിയാണ്. അപ്പോൾ അടുത്ത കളി വരുന്നത് നെതർലാൻഡ്സ് വേഴ്സസ് മൊറോക്കോ ആണ്. ഈ ഫിക്സർ പക്ഷേ എനിക്ക് കുറച്ച് സങ്കടമുള്ള കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് ടീമും നല്ല ടീമുകളാണ്. അപ്പോൾ ഈ രണ്ട് ടീമും മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ ടൂർണമെന്റിൽ ഉണ്ടാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ടീം എന്തായാലും ഒന്ന് പുറത്തു പോകും. മൊറോക്കോ നല്ല ടീമാണ്, പക്ഷെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നെതർലാൻഡ്സ് ആണ് മുമ്പോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മൊറോക്കോന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഞാൻ നെതർലാൻഡ്സിനാണ് ഈ ഫിക്സറിൽ ചൂസ് ചെയ്യുന്നത്. അടുത്ത ഫിക്സർ എന്ന് പറയുന്നത് നോർവേ വേഴ്സസ് ഐവറി കോസ്റ്റ് ആണ്. ഈ രണ്ട് ടീമുകളും ഗ്രൂപ്പ് സ്റ്റേജ് നല്ല രീതിക്കാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. നോർവേ കഴിഞ്ഞ കളി 4-1 ഫ്രാൻസോട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും അറിയാം അത് ബി ടീമിനെ വെച്ചിട്ടാണ് നോർവേ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രണ്ട് ടീമുകളും ഓൾ ആക്ഷൻ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമുകളാണ്. അപ്പോൾ ഈ രണ്ട് ടീമുകളും നല്ല രീതിയിൽ കളിക്കും. പക്ഷേ എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് നോർവേ ആണ്. നോർവേ മുമ്പോട്ട് അഡ്വൈസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു എക്സ് ഫാക്ടറായിട്ട് ഞാൻ പറയുന്നത് അഫ്കോഴ്സ് എർലിംഗ് ഹാലൻഡ് ആണ്. ഇപ്പോൾ നോർവേ ഫിക്സർ ജയിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത കളി എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് വേഴ്സസ് സ്വീഡൻ ആണ്. സ്വീഡൻ നല്ല ടീമൊക്കെ തന്നെയാണ്, പക്ഷേ ഫ്രാൻസിന്റെ മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ടൂർണമെന്റിൽ ഏറ്റവും ഫിയർസ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ഉള്ള, ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള, ഏറ്റവും സ്റ്റാർ സെറ്റർ ആയിട്ടുള്ള ടീമാണ് ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിന്റെ മുമ്പിൽ പിടിച്ചേക്കാൻ വേണ്ടി സ്വീഡന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഫിക്സറിൽ ഫ്രാൻസ് അഡ്വാൻസ് ചെയ്യുന്നതന്നെയാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ഫിക്സർ എന്ന് പറയുന്നത് മെക്സിക്കോ വേഴ്സസ് ഇക്വഡോർ ആണ്. അപ്പോൾ അത്രയും അടിപൊളിയായിട്ട് കളിച്ച ജർമ്മനിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇക്വഡോർ ഈ ഫിക്സറിലേക്ക് വരുന്നത്. പക്ഷെങ്കിൽ മെക്സിക്കോ ആണ് ഈ കളി ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും നല്ല രീതിയിലാണ് പോലെ റീസെന്റ് ഫോം ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ എല്ലാ കളിയും ജയിച്ച് 9 പോയിന്റോട് കൂടിയാണ് അവർ ക്വാളിഫൈ ആയിരിക്കുന്നത്. അപ്പോൾ മെക്സിക്കോ എന്നേക്ക് ഈ ഫിക്സർ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കളി വരുന്നത് ഇംഗ്ലണ്ട് വേഴ്സസ് കോങ്ങോ ആണ്. അപ്പോൾ കോങ്ങോ നല്ല രീതിക്കാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം കളിച്ചത്. പക്ഷേ ഇംഗ്ലണ്ടിന്റെ സ്ക്വാഡ് ഡെപ്തിന് മുമ്പിൽ, ടുഷലിന്റെ മുമ്പിൽ ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഫിക്സറിൽ ഇംഗ്ലണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത മാച്ച് വരുന്നത് ബെൽജിയം വേഴ്സസ് സെനഗലാണ്. ഇത് കുറച്ച് ട്രിക്കി മാച്ചാണ്. ഈ കളിയിൽ ആരായിരിക്കും മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുക, ഓലായിരിക്കും മിക്കവാറും കളി ജയിക്കുക. അപ്പോൾ സെനഗൽ ഭയങ്കര ഫിസിക്കലായിട്ട് ഭയങ്കര രീതിയിൽ പ്രസ് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് ബെൽജിയം ഓവർകം ചെയ്യാൻ നമുക്ക് കണ്ടറിയാം. പക്ഷേ എൻ്റെ ഫേവറേറ്റ്സ് ബെൽജിയം തന്നെയാണ്. ബെൽജിയം മുമ്പോട്ട് അഡ്വൈസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കളി USA വേഴ്സസ് ബോസ്നിയാണ്. ഈ രണ്ട് ടീമുകളെ ഞാൻ അധികം ഈ വേൾഡ് കപ്പിൽ ഫോളോ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് USA ഈ കളി ജയിക്കുന്നതാണ്. ഇതിനെപ്പറ്റി എനിക്ക് വലിയൊരു ഉറപ്പില്ല. കാരണം ഈ രണ്ട് ടീമുകളുടെയും കളി ഞാൻ കാര്യമായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഒരു മൈൻഡിൽ, എൻ്റെ ഒരു തോട്ടിൽ USA മുമ്പോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കളി സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ ആണ്. അപ്പോൾ ഈ ഫിക്സറിൽ സ്പെയിൻ അഡ്വാൻസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കുറച്ചധികം ട്രിക്കി ആയിരിക്കും മാച്ച് എന്ന് തോന്നുന്നുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അർജന്റീന വേഴ്സസ് ഓസ്ട്രിയ മാച്ച് ഞാൻ ഇരുന്ന് ഫുള്ള് കണ്ടതാണ്. അപ്പോൾ അർജന്റീനയ്ക്ക് കോൺസ്റ്റന്റ്ലി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓസ്ട്രിയക്ക് പറ്റുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ മിഡ്ഫീൽഡ് ഫിസിക്കാലിറ്റി വെച്ച് കളിക്കാൻ വേണ്ടി ഓസ്ട്രിയക്ക് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കളി കുറച്ചധികം ട്രിക്കി ആയിരിക്കും. കാരണം സ്പെയിൻ അത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിലും, അത്രയും സ്ക്വാഡ് ഡെപ്ത് ഉണ്ടെങ്കിലും, സൗദിനോടുള്ള കളി, അതായത് 4-0 സ്പെയിൻ ജയിച്ച കളി അല്ലാണ്ട് സ്പെയിൻ അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു കളി കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെയാണ് ഉത്തരം. അപ്പം ഈ ഫിക്സ്ചറിൽ കുറച്ചധികം ട്രിക്കി ആയിരിക്കും. പക്ഷേ സ്പെയിൻ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കളി എന്ന് പറഞ്ഞാൽ പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ ആണ്. അപ്പോൾ രണ്ട് നല്ല ടീമുകൾ വീണ്ടും റൗണ്ട് ഓഫ് 32 ഏറ്റുമുട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ക്രൊയേഷ്യ നല്ല ടീമാണ്, പക്ഷേ പോർച്ചുഗലിന്റെ സ്ക്വാഡ് സ്ട്രെങ്ത്തും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ പ്ലേസിന്റെ ക്വാളിറ്റിക്ക് വെച്ചിട്ട് പോർച്ചുഗൽ മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത മാച്ച് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് വേഴ്സസ് അൽജീരിയ ആണ്. അപ്പോൾ ഈ മാച്ചിൽ സ്വിറ്റ്സർലൻഡ് മുന്നോട്ട് അഡ്വാൻസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലാസ്റ്റ് കളിച്ച 6 മത്സരത്തിൽ ഒന്ന് പോലും സ്വിറ്റ്സർലൻഡ് ലോസ് ആയിട്ടില്ല. അപ്പോൾ ഈ ഫിക്സറിൽ സ്വിറ്റ്സർലൻഡ് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത മാച്ച് ഓസ്ട്രേലിയ വേഴ്സസ് ഈജിപ്ത് ആണ്. അപ്പോൾ ഈ ഫിക്സറിൽ ഈജിപ്ത് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓസ്ട്രേലിയ ഒരിക്കലും ഒരു മോശം ടീമല്ല, പക്ഷേ ഈ ഫിക്സറിൽ ഈജിപ്ത് ജയിച്ചുകൊണ്ട് ഈജിപ്ത് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത മാച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ടീമിൻ്റെ മാച്ചാണ്, അർജന്റീനയുടെ മാച്ചാണ്. അപ്പോൾ അർജന്റീന വേഴ്സസ് കാപ്പ് വെർദെ. അപ്പം ഈ കളിയിൽ അർജന്റീന ജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും. അപ്പോൾ കാപ്പ് വെർദെ ഒരിക്കലും ഒരു മോശം ടീമല്ല. സ്പെയിനും ഉറുഗ്വേയും സൗദി അറേബ്യ അടങ്ങുന്ന ഒരു ടീമിൽ നിന്ന് അണ്ടർഡോഗ് ആയിട്ടാണ് ഇവർ മുന്നോട്ട് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നത്. 3 കളിയിൽ നിന്ന് 3 ഡ്രോ ആയിട്ട് 3 പോയിന്റോട് കൂടിയാണ് കാപ്പ് വെർദെ മുന്നോട്ട് പോയിട്ടുണ്ടായത്. പക്ഷേങ്കിൽ മെസ്സി ഉണ്ട്. അപ്പോൾ മെസ്സിൻ്റെ തോളിൽ കയറിയിട്ട് അർജന്റീന മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. റൗണ്ട് ഓഫ് 32 ലാസ്റ്റ് മാച്ച് വരുന്നത് കൊളംബിയ വേഴ്സസ് ഗാനയാണ്. അപ്പോൾ ഈ കളി കുറച്ചധികം ട്രിക്കി ആയിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും. അപ്പോൾ രണ്ട് ടീമുകളും നല്ല രീതിയിൽ തന്നെ ഫിസിക്കലായിട്ട് കളിക്കുന്നത്, അതേപോലെ തന്നെ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന ടീമുകളാണ്. അപ്പോൾ ഈ കളി നല്ലൊരു ഹരം മാച്ച് ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.
പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ കൊളംബിയ ആണ്. ഇപ്പോൾ കൊളംബിയ ഗ്രൂപ്പ് സ്റ്റേജ് കളിച്ച രീതി ആയി കഴിഞ്ഞാലും ലാസ്റ്റ് മാച്ചിൽ പോർച്ചുഗലിനോട് കളിച്ച രീതിയൊക്കെ ആയി കഴിഞ്ഞാലും വളരെ അടിപൊളിയായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. കൊളംബിയയുടെ ഡിഫൻസും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ മാച്ചിൽ കൊളംബിയ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ റൗണ്ട് ഓഫ് 13 ഫിക്സറൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഏതൊക്കെ ടീമുകളായിരിക്കും ജയിക്കുക, ഏതൊക്കെ ടീമായിരിക്കും പുറത്തു പോകാന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം അൺടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.